ഈ വർഷത്തെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ വയോസേവന അവാർഡുകൾ പ്രഖ്യാപിക്കുകയാണ്. മലയാളത്തിൻ്റെ ആദ്യകാല ലേഡി സൂപ്പർ സ്റ്റാറും നിത്യഹരിത നായികയുമായിട്ടുള്ള ഷീലയെയും പ്രശസ്ത ഗായിക PK മേദിനിയെയുമാണ് ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാരങ്ങൾക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. 1,00,000 രൂപ വീതമാണ് ആജീവനാന്ത സംഭാവനയ്ക്കുള്ള പുരസ്കാര തുക. 60 വയസ്സിന് ശേഷവും തങ്ങളുടെ കർമ്മമേഖലയിൽ സജീവമായി നിൽക്കുന്ന, ദീർഘകാലം തങ്ങളുടെ കർമ്മമേഖലയിൽ ശ്ലാഘനീയമായ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തികൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. വയോജനക്ഷേമ പ്രവർത്തനങ്ങളിലെ ഈടുറ്റ സംഭാവനകൾക്ക് വയോജന കമ്മീഷൻ അംഗം കൂടിയായ ശ്രീ അമരവിള രാമകൃഷ്ണനെ പ്രത്യേക ആദരത്തിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ശ്രീമതി ഷീല ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത ബഹുമാന്യ വ്യക്തിത്വമാണ്. 60കളുടെ ആരംഭത്തിൽ സിനിമയിലെത്തിയ അവർ 2 പതിറ്റാണ്ടിലേറെ കാലം വെള്ളിത്തിരയിലെ നിറസാന്നിധ്യമായിരുന്നു. ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ അഭിനയിച്ച താരജോഡി എന്ന റെക്കോർഡ് പ്രേം നസീറിനൊപ്പം പങ്കിട്ട വ്യക്തിത്വമാണ് ശ്രീമതി ഷീല. JC ഡാനിയൽ പുരസ്കാരവും നിരവധി തവണ ദേശീയ സംസ്ഥാന അവാർഡുകളും നേടിയിട്ടുള്ള ചലച്ചിത്ര പ്രതിഭയാണ് ശ്രീമതി ഷീല. ഗായികയും സംഗീതജ്ഞയും എന്നതിനൊപ്പം പുന്നപ്ര വയലാർ സ്വാതന്ത്ര്യ സമര സേനാനിയായും ചരിത്രത്തിൽ ഇടം നേടിയിട്ടുള്ള ശ്രീമതി PK മേദിനി കേരള സംഗീത നാടക അക്കാദമി അവാർഡും ജനകീയ ഗായിക അവാർഡും കാമ്പിശ്ശേരി പുരസ്കാരവും ഉൾപ്പെടെ ഒട്ടേറെ അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള കലാപ്രതിഭയാണ്. മുൻ വർഷങ്ങളിൽ ഗായകൻ ശ്രീ P ജയചന്ദ്രൻ, നടനും സംവിധായകനുമായിട്ടുള്ള ശ്രീ മധു, സംഗീത സംവിധായകൻ വിദ്യാധരൻ മാഷ്, കൂടിയാട്ടത്തിനും കഥകളിക്കുമെല്ലാം അമൂല്യമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ശ്രീ വേണുജി തുടങ്ങിയവരെയൊക്കെയാണ്, അതുപോലെ നിലമ്പൂർ ഐഷ, കലാമണ്ഡലം ക്ഷേമാവതി, അവരെയൊക്കെയാണ് ഈ അവാർഡിലേക്കായിട്ട് തിരഞ്ഞെടുത്തിരുന്നത്. 1,00,000 രൂപ പുരസ്കാര തുകയും സാക്ഷ്യപത്രവും മെമൻറ്റോയുമാണ് അവർക്ക് സമ്മാനിക്കുക. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം ലക്ഷ്യമാക്കി സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകുകയും ഇക്കഴിഞ്ഞ 2 പതിറ്റാണ്ടോളമായി വയോജനങ്ങൾക്കായിട്ടുള്ള നിരവധി പദ്ധതികളുടെ രൂപീകരണത്തിലും നിർവഹണത്തിലും ഈ കാലയളവുകളിലെ സർക്കാരുകൾക്ക് വയോജനതയുടെ സഹായ സഹകരണങ്ങൾ ഉറപ്പാക്കുകയും ചെയ്തു പോരുന്ന വിശിഷ്ട വ്യക്തിത്വമാണ് ശ്രീ അമരവിള രാമകൃഷ്ണൻ. വയോജന മേഖലയിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകളെ മുൻനിർത്തി പ്രത്യേക ആദരത്തിനാണ് അദ്ദേഹത്തിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. മികച്ച കോർപ്പറേഷനുള്ള 1,00,000 രൂപയുടെ പുരസ്കാരം ദക്ഷിണേഷ്യയിലെ ആദ്യ വയോജന സൗഹൃദ നഗരമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച കൊച്ചി കോർപ്പറേഷനാണ്. ലോകാരോഗ്യ സംഘടന ജനീവയിൽ നടത്തിയ ലീഡർഷിപ്പ് ഉച്ചകോടിയിലാണ് കൊച്ചി കോർപ്പറേഷന് അംഗീകാരം ലഭിച്ചിരുന്നത്. കോഴിക്കോട് കോർപ്പറേഷനും തിരുവനന്തപുരം കോർപ്പറേഷനും നല്ല രീതിയിൽ തന്നെ വയോജന സൗഹൃദ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള കോർപ്പറേഷനുകളാണ്. പൊതുസ്ഥാപനങ്ങളിലും സർക്കാർ ഓഫീസുകളിലും വയോജന സൗഹൃദ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതടക്കമുള്ള പ്രവർത്തന മികവ് മുൻനിർത്തി, അതായത് ആരോഗ്യ കേന്ദ്രങ്ങളിൽ വയോജന സൗഹൃദ പ്രവേശന മാർഗങ്ങൾ, കാത്തിരിപ്പ് മുറികൾ, ഇരിപ്പിട സൗകര്യങ്ങൾ, കുടിവെള്ള സൗകര്യം, ശുചിമുറികൾ തുടങ്ങിയവയെല്ലാം സജ്ജമാക്കിയ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള 1,00,000 രൂപയുടെ പുരസ്കാരം നേടി. വാതിൽപ്പടി സേവനത്തിലും കുടുംബശ്രീ സംവിധാനം വയോജന മേഖലയിൽ ഉപയോഗപ്പെടുത്തുന്നതിലുമുള്ള മികവിൻ്റെ ഭാഗമായി വയോജന സൗഹൃദ നഗരസഭയായി നെടുമങ്ങാട് നഗരസഭയെ തിരഞ്ഞെടുത്തു. 1,00,000 രൂപയാണ് പുരസ്കാരം. മൊബൈൽ ആരോഗ്യ ക്ലിനിക് സേവനങ്ങൾ എത്തിക്കുകയും വയോജനങ്ങൾക്ക് വിജ്ഞാനത്തിനും വിനോദത്തിനും
ഹാപ്പിനെസ് കോർണർ സജ്ജമാക്കുകയും ചെയ്തതടക്കമുള്ള പ്രവർത്തനങ്ങളെ മുൻനിർത്തി മാനന്തവാടി ബ്ലോക്കിനെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി തിരഞ്ഞെടുത്തു. 1 ലക്ഷം രൂപയാണ് പുരസ്കാരം. വയോജനങ്ങൾക്ക് സൗജന്യ ഡയാലിസിസ്, വാർഡുകളിൽ വയോജന ക്ലബ്ബ്, വയോജന പാർക്കുകൾ തുടങ്ങിയവ സ്ഥാപിച്ച ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിനെ മികച്ച വയോസൗഹൃദ ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുത്തു. 1 ലക്ഷം രൂപയാണ് ഗ്രാമപഞ്ചായത്തിന് പുരസ്കാരത്തുക. മികച്ച NGOക്കുള്ള പുരസ്കാരം വയോജനങ്ങൾക്കായി മെഡിക്കൽ ക്യാമ്പുകൾ, ഫിസിയോതെറാപ്പി കേന്ദ്രങ്ങൾ, കൗൺസിലിംഗ് സേവനങ്ങൾ, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന റെസിഡൻഷ്യൽ കെയർ ഹോമുകൾ എന്നിവ നടത്തിവരുന്ന കണ്ണൂരിലെ ദയ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റിന് കീഴിലുള്ള ഹിദ്മ തണൽ സ്നേഹവീടിനാണ്. 1/2 ലക്ഷം രൂപയാണ് പുരസ്കാരത്തുക. നാഷണൽ സർവീസ് സ്കീം പ്രവർത്തകരെ വൃദ്ധസദനങ്ങളുമായി സംയോജിപ്പിച്ച് തിരികെ എന്ന ജില്ലാതല പദ്ധതിയും വയോജനങ്ങൾക്ക് സാമൂഹ്യ ഉൾച്ചേർക്കലും ഉപജീവനം മെച്ചപ്പെടുത്തലും ഉറപ്പാക്കുന്ന കൂടെ പദ്ധതിയും പോലുള്ള മികവാർന്ന പ്രവർത്തനങ്ങൾക്ക് മെയിൻ്റനൻസ് ട്രിബ്യൂണലുകൾക്ക് നൽകുന്ന പുരസ്കാരം തൃശ്ശൂർ മെയിൻ്റനൻസ് ട്രിബ്യൂണൽ നേടി. 1/2 ലക്ഷം രൂപയാണ് പുരസ്കാരത്തുക. മികച്ച മാലിന്യ സംസ്കരണ പ്രവർത്തനത്തിന് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ അംഗീകാരം നേടിയ മാതൃകാ സായംപ്രഭ പദ്ധതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കോഴിക്കോട് കോർപ്പറേഷന് കീഴിലെ കുണ്ടൂപ്പറമ്പ് സായംപ്രഭ ഹോമിനാണ് മികച്ച സർക്കാർ വൃദ്ധസദനങ്ങൾ അല്ലെങ്കിൽ സായംപ്രഭ ഹോമുകൾ എന്നീ വിഭാഗത്തിനുള്ള പുരസ്കാരം നേടിയിട്ടുള്ളത്. 1/2 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. കല, സാഹിത്യം, സംസ്കാരം മേഖലയിൽ വിഖ്യാത കഥാപ്രസംഗ കലാകാരനായ ശ്രീ തൃക്കളം കൃഷ്ണൻകുട്ടിയെയും പൂതംകളി കലാരംഗത്തെ സജീവ സാന്നിധ്യമായ അമ്പലപ്പടിക്കൽ നാരായണനെയും പുരസ്കാരത്തിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. 1/4 ലക്ഷം രൂപ വീതമാണ് പുരസ്കാരങ്ങൾ. കായിക മേഖലയിലെ മികവിന് ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്, നാഷണൽ മാസ്റ്റേഴ്സ് ഗെയിംസ് തുടങ്ങി ഒട്ടേറെ കായിക അരങ്ങുകളിൽ മെഡലുകൾ സ്വന്തമാക്കിയ ശ്രീ ഇരവി ഗോപാലകൃഷ്ണൻ, ബ്രൂണെ മാസ്റ്റേഴ്സ് ഓപ്പൺ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്, മലേഷ്യൻ ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സ് ഓപ്പൺ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്, ഗോവ റിവർ മാരത്തോൺ ചാമ്പ്യൻഷിപ്പ് എന്നിവയിൽ അന്താരാഷ്ട്ര കായിക മികവിന് സമ്മാനിതനായിട്ടുള്ള ശ്രീ വി വാസു എന്നിവർക്ക് പുരസ്കാരം നൽകും. ശ്രീ രവി ഗോപാലകൃഷ്ണൻ, ശ്രീ വി വാസു. 1/4 ലക്ഷം രൂപ വീതമാണ് ഈ പുരസ്കാരങ്ങൾ. വയോജന മേഖലയിലെ ശ്ലാഘനീയമായ സേവനം കാഴ്ചവെച്ചിട്ടുള്ള മുതിർന്ന പൗരന്മാർക്കും വിവിധ സർക്കാരിതര സ്ഥാപനങ്ങൾക്കും കലാ, കായിക, സാംസ്കാരിക മേഖലകളിൽ മികവ് തെളിയിച്ച മുതിർന്ന പൗരന്മാർക്കുമാണ് വയോസേവന അവാർഡുകൾ നൽകുന്നത്. ക്യാഷ് അവാർഡിനൊപ്പം പ്രശസ്തി പത്രവും മെമൻറ്റോയും ഉൾപ്പെട്ടതാണ് പുരസ്കാരങ്ങൾ. ഒക്ടോബർ 3 തൃശ്ശൂരിൽ വെച്ച് നടക്കുന്ന സംസ്ഥാനതല വയോജന ദിനാചരണ ചടങ്ങിൽ വെച്ച് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ഒക്ടോബർ 1 വയോജന ദിനം. ഇത്തവണ ഒക്ടോബർ 1 അവധിയാണ്. നവരാത്രിയുടെ പൂജയുടെ ഭാഗമായിട്ടുള്ള മുടക്കമായതിനാൽ ഒക്ടോബർ 3 വയോജന ദിനാചരണ പരിപാടികൾ തൃശ്ശൂരിൽ വച്ച് സംഘടിപ്പിക്കുന്നത്. വയോജന സംഗമവും വയോജനങ്ങളുടെ കലാപരിപാടികളുമെല്ലാം ആ വേദിയിൽ അരങ്ങേറും. ആ വേദിയിൽ വച്ചാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുക. മറ്റൊരു കാര്യം അറിയിക്കാനുള്ളത്, കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരണപ്പെട്ട തലയോലപ്പറമ്പ് മേപ്പത്തുകുന്നേൽ ബിന്ദുവിൻ്റെ കുടുംബത്തിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീം നവീകരിച്ച് നൽകിയ വീടിൻ്റെ താക്കോൽ ദാനം നാളെ, അതായത് സെപ്റ്റംബർ 26 നടക്കും. ജൂലൈ 3 സംഭവിച്ച അപകടത്തെ തുടർന്ന് ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾക്ക് സാന്ത്വനവുമായി ഞാൻ ആ വീട് സന്ദർശിക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ കുടുംബത്തിന് നൽകിയ ഉറപ്പാണ്
ഇപ്പോൾ നാഷണൽ സർവീസ് സ്കീമിൻ്റെ സ്നേഹവീട് ആയിട്ട് ഒരുങ്ങിയിട്ടുള്ളത്. 12.5 ലക്ഷം രൂപ ചെലവിലാണ് നാഷണൽ സർവീസ് സ്കീമിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ വീട് പണി പൂർത്തീകരിച്ച് നൽകുന്നത്. ചുറ്റുമതിലടക്കം നവീകരണ പ്രവർത്തികൾ പൂർത്തീകരിക്കുന്നതിന് 3 മാസം സമയമാണ് എടുത്തത്. അടുക്കള ഭാഗം പൊളിച്ച് ശുചിമുറി ഉൾപ്പെടുന്ന ഒരു മുറിയാക്കി കോൺക്രീറ്റ് ചെയ്തു. മുറ്റത്തിൻ്റെ താഴ്ന്ന ഭാഗം കെട്ടി ഉയർത്തി സംരക്ഷണ ഭിത്തി ഉണ്ടാക്കി. പുതിയ അടുക്കളയും വർക്ക് ഏരിയയും നിർമ്മിച്ചു. സൺഷെയ്ഡ് പുതുക്കി പണിതു. സെപ്റ്റിക് ടാങ്കും വീട്ടിലേക്ക് എത്താൻ ഉള്ള പടവുകൾ പുതുക്കി പണിത് കൈവരി സ്ഥാപിക്കുന്ന പ്രവൃത്തിയുമെല്ലാം ഇതോടൊപ്പം ചെയ്തിട്ടുണ്ട്. ബിന്ദുവിൻ്റെ കുടുംബത്തിന് ഉടനടി ആശ്വാസം എന്ന നിലയിൽ സർക്കാർ 10.5 ലക്ഷം രൂപ അടിയന്തര ധനസഹായമായി നൽകിയിരുന്നു. മകൾ നവമിയുടെ ചികിത്സാ ചെലവ് ഏറ്റെടുത്തതിന് പുറമെ മകൻ നവനീതിന് ജോലിയും ഉറപ്പാക്കിയിരുന്നു. അതോടൊപ്പമാണ് ഇപ്പോൾ വീടിൻ്റെ നവീകരണ പ്രവർത്തികൾ ഏറ്റവും മനോഹരമായ വിധത്തിൽ നാഷണൽ സർവീസ് സ്കീം ഏറ്റെടുത്ത് ദ്രുതഗതിയിൽ തന്നെ പൂർത്തിയാക്കിയിട്ടുള്ളത്. തലയോലപ്പറമ്പ് ഉമ്മൻകുന്നിൽ അവരുടെ വീടിന് സമീപം നടക്കുന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട വാസവൻ മിനിസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേരുന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി താക്കോൽ കൈമാറും. ബഹുമാനപ്പെട്ട MLA ശ്രീമതി CK ആശ ചടങ്ങിൽ സന്നിഹിതയാകും.